നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ജൂൺ 9 ഞായറാഴ്ച മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചടങ്ങിലേക്ക് വിദേശ രാഷ്ട്രത്തലവന്മാർക്ക് ക്ഷണം. കേന്ദ്രമന്ത്രി സഭാ രൂപീകരണ നീക്കങ്ങൾക്കിടെ സുപ്രധാന വകുപ്പുകൾക്കായി സഖ്യകക്ഷികളുടെ സമ്മർദ്ദം. സ്പീക്കർ സ്ഥാനവും ധനകാര്യ ഗ്രാമവികസന വകുപ്പുകൾ വേണമെന്ന് തെലുഗുദേശം. റെയിൽവേയും കൃഷിയും വേണമെന്ന് JDU. നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും അനുനയിപ്പിക്കാൻ BJP. ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യ വകുപ്പുകൾ വിട്ടുകൊടുക്കേണ്ടെന്ന് BJP. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് മേൽ സമ്മർദ്ദം. രാഹുൽ വഴങ്ങിയില്ലെങ്കിൽ മാത്രം മറ്റു പേരുകൾ പരിഗണനയ്ക്ക്. അന്തിമ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം മറ്റന്നാൾ. തെരഞ്ഞെടുപ്പ് പരാജയവും സംഘടനാ അഴിച്ചുപണിയും ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ BJP നേതൃയോഗം. JP നദ്ദ BJP അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ നിർമ്മല സീതാരാമൻ ഉൾപ്പെടെ പരിഗണനയിൽ. RSSനെ അനുനയിപ്പിക്കാൻ മോദി നാഗ്പൂരിലേക്ക്. ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ്. മുരളീധരൻ പൊതുരംഗത്ത് സജീവമായി ഉണ്ടാകുമെന്ന് NK രാഘവൻ. മാറി നിൽക്കരുതെന്ന് MM ഹസനും. വയനാട്ടിലേക്ക് കെ മുരളീധരന്റെ പേരും പരിഗണനയിൽ. മുരളീധരൻ ഏത് പദവിയിലും ഫിറ്റായ നേതാവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. തൃശൂരിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ കെ മുരളീധരന് KPCC അധ്യക്ഷ സ്ഥാനം വേണമെങ്കിലും നൽകാൻ തയ്യാറാണെന്ന് K സുധാകരൻ. താൻ പദവിയിൽ കടിച്ചു തൂങ്ങില്ലെന്നും KPCC അധ്യക്ഷൻ. കെ മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിനും തടസ്സമില്ലെന്നും K സുധാകരൻ. കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിച്ച സുരേഷ് ഗോപി ഡൽഹിയിലേക്ക്. പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച. തൃശൂരിലെ സീറ്റ് സ്വർണ്ണത്താലത്തിൽ വെച്ച് പിണറായി BJPക്ക് സമർപ്പിച്ചെന്ന് MM ഹസൻ. തൃശൂർ DCCക്കെതിരെ വീണ്ടും പോസ്റ്റർ. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പെന്ന് MV ഗോവിന്ദൻ. തിരുത്തേണ്ടത് തിരുത്തുമെന്ന് ദേശാഭിമാനിയിൽ ലേഖനം. തോൽവി ചെറുതല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. കേരളത്തിലെ ഫലം നിരാശാജനകമെന്ന് പീപ്പിൾസ് ഡെമോക്രസി. ധാർഷ്ട്യവും ധൂർത്തും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഗീവർഗീസ് മാർ കൂറിലോസ്. LDFന് കീറാമുട്ടിയായി രാജ്യസഭാ സീറ്റ് വിഭജനം. സീറ്റ് ആവശ്യത്തിൽ പിന്നോട്ടില്ലെന്ന് CPI. നിലപാടിൽ ഉറച്ച് കേരള കോൺഗ്രസ് എമ്മും RJDയും. ക്യാബിനറ്റ് പദവി നൽകി ജോസ് കെ മാണിയെ അനുനയിപ്പിക്കാൻ നീക്കം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന് വരും. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിന് സസ്പെൻഷനിലായ CI ആൻഡ്രിക് ഗ്രോമിക്കിന് വേദിയൊരുക്കി വനം വകുപ്പ്. പരിസ്ഥിതി ദിനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ഉദ്ഘാടകനായ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു. വനം വകുപ്പിലെ ഉന്നതരുമായുള്ള ബന്ധത്തിന്റെ തെളിവെന്ന് ആരോപണം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നവജാത ശിശു മരിച്ചതിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. മൃതദേഹവുമായി ലേബർ റൂമിന് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. പ്രസവ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾ മാത്രമെന്നും ആരോപണം. വെന്റിലേറ്ററിലായിരുന്ന കുഞ്ഞു മരിച്ചത് ഇന്നലെ രാത്രി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി പ്രിൻസിപ്പൽ. വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ജനിച്ചപ്പോൾ ഉണ്ടായ അണുബാധയാണ് മരണത്തിന് കാരണമെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. സീനിയർ ഡോക്ടർമാർ പരിചരിച്ചില്ല എന്നത് തെറ്റാണെന്നും ആശുപത്രി അധികൃതർ. വയനാട് സീറ്റിൽ മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. രാജ്യസഭാ സീറ്റും ലോക്സഭാ സീറ്റും വെച്ചുമാറുന്നത് പരിഗണനയിലില്ലെന്ന് വിശദീകരണം. മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കും. പാണക്കാട് ലീഗ് യോഗം അടുത്ത ദിവസം ചേരും. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ BJPയുടെ വോട്ട് വിഹിതത്തിൽ വൻ വർധന. കഴിഞ്ഞ തവണത്തേക്കാൾ 60,000 അധിക വോട്ട് നേടി K സുരേന്ദ്രൻ. ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിലും ആദിവാസി മേഖലകളിലും NDA മുന്നേറ്റം. ലോക കേരള സഭയുടെ 4ാം പതിപ്പ് ഈ മാസം 13 മുതൽ 15 വരെ തിരുവനന്തപുരത്ത്. 103 രാജ്യങ്ങളിൽ നിന്നും 25 സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. എമിഗ്രേഷൻ, കരടുവില, വിദേശ റിക്രൂട്ട്മെന്റ്, സുസ്ഥിര പുനരധിവാസം തുടങ്ങി 8 വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകും. വയനാട് മൂപ്പൈനാട് പരിസ്ഥിതി ലോല മേഖലയിൽ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. ജനകീയ ആക്ഷൻ കൗൺസിൽ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി CPIM ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. അധികൃതർ ഇടപെടണമെന്ന് ആവശ്യം. രണ്ടാം പിണറായി സർക്കാരിന്റെ 3ാം പ്രോഗ്രസ് റിപ്പോർട്ട് നാളെ പ്രകാശനം ചെയ്യും. വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ പുരോഗതി കൈവരിച്ചെന്ന അവകാശവാദം. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രഖ്യാപനങ്ങൾക്കും സാധ്യത.
നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി. 67 പേർക്ക് 1ാം റാങ്ക് ലഭിച്ചതോടെയാണ് പരീക്ഷാഫലം ചർച്ചയായത്. അധികമായി നൽകിയ മാർക്കാണ് 47 പേർക്ക് 1ാം റാങ്ക് കിട്ടാൻ കാരണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരാതി പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. കൊച്ചിയിൽ വാഹനത്തിന് സൈഡ് നൽകുന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഓട്ടോ തൊഴിലാളി മർദ്ദനമേറ്റു മരിച്ചു. കൊല്ലപ്പെട്ടത് ഇടക്കൊച്ചി സ്വദേശി ജോയി. അയൽവാസി പോലീസ് കസ്റ്റഡിയിൽ. പത്തനംതിട്ട കൊച്ചുകോയിക്കലിൽ മരംമുറി അന്വേഷിക്കാനെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ CPIM പ്രവർത്തകർ ആക്രമിച്ചെന്ന് പരാതി. വനിതാ ഉദ്യോഗസ്ഥയടക്കം 4 പേർക്ക് പരിക്കേറ്റു. ദൃശ്യങ്ങളടക്കം നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആരോപണം. കാറിൽ നീന്തൽക്കുളം ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ കടുത്ത നടപടി. ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും. വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും. ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ക്രിമിനൽ കേസെടുക്കും. നിയമലംഘനങ്ങൾ നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെന്നും MVD ഹൈക്കോടതിയിൽ. കാസർഗോഡ് കള്ളാറിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു അപകടം. കള്ളാർ സ്വദേശി പ്രജിൽ മാത്യുവിന്റെ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. പോക്കറ്റിലിരുന്ന ഫോൺ പെട്ടെന്ന് ചൂടായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. യുവാവിന്റെ കൈക്കും കാലിനും പൊള്ളലേറ്റു. തമിഴ്നാട്ടിലെ AIADMKയുടെ കനത്ത പരാജയത്തിൽ എടപ്പാടി പളനിസ്വാമിക്കെതിരെ VK ശശികല. പാർട്ടി നശിക്കുന്നത് ഇനിയും നോക്കിയിരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രവർത്തകർക്ക് തുറന്ന കത്ത്. പളനിസ്വാമിയുമായി ഒരുമിച്ചു പോകാൻ തയ്യാറെന്ന് O പനീർശെൽവം. കൊയിലാണ്ടിയിൽ റെയിൽവേ ട്രാക്കിന് സമീപം മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കുന്നത്ത് രതീഷ. അന്വേഷണം ആരംഭിച്ച പോലീസ്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കണ്ണൂർ ആറളം ഫാമിൽ തമ്പടിച്ച 20ഓളം കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തി ദൌത്യ സംഘം. താളിപ്പാറയിൽ നിന്ന് കോട്ടപ്പാറയിലൂടെയാണ് കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തിയത്. ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് ആനകളെ എത്തിച്ച ശേഷം വൈദ്യുതി വേലികൾ ചാർജ് ചെയ്തു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ വാഹനാപകടം. ദൊട്ടപ്പൻകുളത്ത് 6 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് 4 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ആംബുലൻസും ഓട്ടോറിക്ഷയും 2 ബൈക്കുകളും 2 കാറുകളും. പരിക്കേറ്റവർ ആശുപത്രിയിൽ. കോട്ടയത്ത് BDJSന്റെ കടന്നുവരവ് തിരിച്ചടിയായെന്ന മന്ത്രി VN വാസവൻ. ഇടത് കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ചയുണ്ടായി. തോൽവി വിശദമായി പരിശോധിക്കുമെന്നും VN വാസവൻ. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെതിരെ പടയൊരുക്കം. കോൺഗ്രസിന് മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കാത്തതിന്റെ ഉത്തരവാദിത്തം പാർട്ടി നേതൃത്വത്തിനെന്ന് മന്ത്രി സതീഷ് ജാർക്കിഹോളി. നേതൃത്വത്തിന്റെ അശ്രദ്ധ പല മണ്ഡലങ്ങളിലും തോൽവിക്ക് കാരണമായെന്നും സിദ്ധരാമയ്യ പക്ഷം. സംസ്ഥാനത്ത് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഗ്രാമിന് 70 രൂപയും പവന് 560 രൂപയും ഇന്നു കൂടി. ഈ മാസം ഇതുവരെ പവന് കൂടിയത് 640 രൂപ. ആന്ധ്രാപ്രദേശിൽ ഉപമുഖ്യമന്ത്രി എന്ന വാഗ്ദാനം അംഗീകരിക്കാതെ ജനസേന പാർട്ടി. മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടണമെന്ന ആവശ്യം. അവസാന 1 വർഷമെങ്കിലും സ്ഥാനം വേണമെന്നും പവൻ കല്യാൺ. ഞായറാഴ്ച നിശ്ചയിച്ചിരുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞ ബുധനാഴ്ചയിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് റേഷൻ കരാറുകാരുടെ സമരം റേഷൻ വിതരണത്തെ ബാധിക്കുന്നുവെന്ന് വ്യാപാരികൾ. കുടിശ്ശികയായ 100 കോടി ലഭിക്കാതെ ജൂൺ മാസത്തെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യില്ലെന്ന് കരാറുകാർ. സിവിൽ സപ്ലൈസ് MDക്ക് കരാറുകാർ കത്ത് നൽകി. കുടിശ്ശികയായത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ മുഴുവൻ തുകയും ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള 10% തുകയും. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കസ്റ്റഡി കാലാവധി നീട്ടി നൽകാൻ കോടതിയിൽ അപേക്ഷ നൽകിയ അന്വേഷണ സംഘം. പ്രജ്വൽ രേവണ്ണ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചില്ലെന്ന് SIT. തൃശൂരിൽ അയ്യന്തോളിൽ വീട്ടിൽ മോഷണം. 1 മാലയും 3 മോതിരവും കവർന്നു. മോഷണം നടന്നത് അയ്യന്തോൾ സ്വദേശി ഡോക്ടർ കുരുവിളയുടെ വീട്ടിൽ. അന്വേഷണം തുടങ്ങി പോലീസ്. K മുരളീധരന്റെ തോൽവിയിൽ തൃശൂർ DCCക്ക് മുമ്പിൽ ഒറ്റയാൾ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകൻ. K മുരളീധരനെ കുരുതി കൊടുത്ത TN പ്രതാപനും DCC അധ്യക്ഷൻ ജോസ് വള്ളൂരും രാജിവെക്കണമെന്ന ആവശ്യം. പ്ലക്കാർഡുമായി പ്രതിഷേധിച്ചത് ഇസ്മായിൽ എന്ന പ്രവർത്തകൻ. പത്തനംതിട്ട കല്ലേലി എസ്റ്റേറ്റിൽ നിലയുറപ്പിച്ചു കാട്ടാനക്കൂട്ടം. 8 കാട്ടാനകളാണ് ലയങ്ങൾക്ക് സമീപം തുടരുന്നത്. കാട്ടാനകൾ കഴിഞ്ഞ ദിവസം കല്ലേലി UP സ്കൂൾ പരിസരത്തേക്കും എത്തിയിരുന്നു. ദൃശ്യങ്ങൾ 24-ന്. എറണാകുളം പെരുമ്പാവൂരിൽ 6 കിലോ കഞ്ചാവുമായി ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണി പിടിയിൽ. ഒഡീഷ സ്വദേശി സമീർ ഡിഗലിനെയാണ് പ്രത്യേക സംഘം പിടികൂടിയത്. ഒഡീഷയിൽ നിന്നുള്ള കഞ്ചാവ് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് പിടിയിലായത്.
പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങൾക്ക് തൽക്കാലം ടോൾ നൽകേണ്ടതില്ല. തരൂർ MLA പി സുമോദിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സ്കൂൾ വാഹന ഉടമകൾ ഈ മാസം 15-ന് മുൻപായി സ്കൂളുകളുടെ സാക്ഷ്യപത്രം സമർപ്പിക്കണം. ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ SDPI നേതാവ് ഷാൻ വധക്കേസിൽ 10 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകി. ഹർജിയിൽ പ്രതികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ആന്ധ്രാപ്രദേശിൽ തെലുഗുദേശം പാർട്ടിക്ക് കിട്ടിയ വമ്പൻ ഭൂരിപക്ഷത്തിൽ സംശയം പ്രകടിപ്പിച്ച YSR കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് നേതാക്കൾ പരിശോധിക്കുന്നതായി YSRCP ദേശീയ വക്താവ് നാരായണമൂർത്തി 24-നോട്. പത്തനംതിട്ടയിലെ തോമസ് ഐസക്കിന്റെ തോൽവിക്ക് പിന്നാലെ CPIM-ൽ അതൃപ്തി പുകയുന്നു. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വോട്ട് ചോർന്നതിന്റെ തെളിവെന്ന ഒരു വിഭാഗം. അൻസാരി അസീസിനോട് വിശദീകരണം തേടാൻ ജില്ലാ നേതൃത്വം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായില്ലെന്ന് ഐസക് ക്യാമ്പ്. തന്നെ മുൻനിർത്തിയുള്ള പ്രചാരണത്തിന് പിന്നിൽ UDF എന്ന് രാജു എബ്രഹാം. സംസ്ഥാനത്ത് മഴ കനക്കും. 5 ജില്ലകൾ യെല്ലോ അലർട്ട്. അടുത്ത മണിക്കൂറിൽ തിരുവനന്തപുരം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. 5 ദിവസം മഴ തുടരും. ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. മധ്യ ഗസയിൽ 50-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലും ഹമാസും നിലപാടുകളിൽ ഉറച്ചതോടെ മധ്യസ്ഥ ശ്രമങ്ങൾ പാളുന്നു. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ യോഗം വിളിച്ച ആം ആദ്മി പാർട്ടി. 5 മണിക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലാണ് യോഗം. ഡൽഹിയിലെ തോൽവി വിലയിരുത്തും. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. മലപ്പുറം കൊണ്ടോട്ടിയിൽ സ്കൂൾ വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയെന്ന് പരാതി. പൊന്നുരുന്നിയിലെ അനാർക്കലി ഹോസ്റ്റലിലെ 10ഓളം പെൺകുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈറ്റിലയിലെ SLBS സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്കാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. പാലാരിവട്ടം പോലീസ് പരിശോധന നടത്തി. കോയമ്പത്തൂരിലെ വിജയാഘോഷത്തിനിടെ പരസ്യമായി ആടിനെ കൊന്ന DMK പ്രവർത്തകർ. കെ അണ്ണാമലയുടെ ഫോട്ടോ കഴുത്തിൽ തൂക്കിയാണ് ആടിനെ വെട്ടിക്കൊന്നത്. ക്രൂരത, അണ്ണാമലൈ ബലിയാടാണെന്ന മുദ്രാവാക്യം മുഴക്കി. പാലക്കാട് നെല്ലിയാമ്പതിയിൽ KSEB ജീവനക്കാരനെ കാട്ടാന ഓടിച്ചു. ആന ആക്രമിക്കാൻ ശ്രമിച്ചത് നെല്ലിയാമ്പതി ചുരം റോഡിലെ 14-ാം വ്യൂ പോയിന്റിന് സമീപം. പ്രദേശത്ത് വന്യജീവി ശല്യം രൂക്ഷമെന്ന് ആക്ഷേപം. ബംഗാളിലെ BJP MPമാർ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന അവകാശവാദവുമായി തൃണമൂൽ കോൺഗ്രസ്. 3 BJP MPമാർ പിന്തുണയറിയിച്ചുവെന്ന് അഭിഷേക് ബാനർജി. അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും NDA സഖ്യത്തെയും അഭിനന്ദിച്ച് ദലൈലാമ. നേരിടാൻ പോകുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രതിരോധിച്ച് വിജയിക്കണമെന്ന നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ ദലൈലാമ. മെക്സിക്കോയിൽ പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം. ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇൻഫ്ലുവൻസ A വൈറസ് ബാധയുടെ ആദ്യ മനുഷ്യ കേസാണിതെന്ന് ലോകാരോഗ്യ സംഘടന. പത്തനംതിട്ടയിൽ തന്നെ പ്രവർത്തനം കേന്ദ്രീകരിക്കാൻ അനിൽ ആന്റണി. നിലവിൽ ലഭിച്ച 2.5 ലക്ഷത്തിൽ പരം വോട്ടുകളിൽ ദേശീയ നേതൃത്വം തൃപ്തി അറിയിച്ചു. മണ്ഡലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പത്തനംതിട്ട പിടിക്കാമെന്നും വിലയിരുത്തൽ. മുംബൈയിലെ പവായിൽ ചേരി ഒഴിപ്പിക്കലിനിടെ സംഘർഷം. കല്ലേറിൽ 6 പോലീസുകാർക്ക് പരിക്ക്. സംഘർഷം പവായിലെ ജയ് ഭീം നഗറിൽ. ഉത്തരാഖണ്ഡിൽ ട്രക്കിങ്ങിനിടെയുണ്ടായ അപകടത്തിൽ മലയാളിയടക്കം 5 പേർക്ക് ദാരുണാന്ത്യം. 4 പേർക്കായി തെരച്ചിൽ തുടരുന്നു. കർണാടക മൗണ്ടനറിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ട്രക്കിങ്ങിന് പോയ 22-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. നോക്കാം ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.